ഗൈസ്, ചെമ്മനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ചന്ദ്രയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ് കേട്ടോ. ബ്യൂട്ടി പാർലറിൽ പോകണം ആൻറ്റി, അത്യാവശ്യമാണെന്ന് പറഞ്ഞാണ് കേട്ടോ ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സച്ചിനെ രേവതിനെയാണ്. രേവതി ആദ്യം കുടിക്കാൻ വേണ്ടി പാലൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോൾ സച്ചി പറയുകയാണ്, കുറേ നേരം അതിൽ ഉറങ്ങുന്നത്, നമുക്ക് വിളിച്ചാലോ എന്ന് പറഞ്ഞ് പയ്യെ ആദ്യമോനെ വിളിച്ചെഴുന്നേപ്പിച്ച് പാല് കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴും വല്യമ്മയെ കാണാഞ്ഞിട്ട് വിഷമത്തിൽ ആദ്യമോൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നുണ്ട്, വിഷമിക്കേണ്ട മോനെ, കുഴപ്പമൊന്നുമില്ല, അമ്മൂമ്മയ്ക്കൊരു കുഴപ്പമില്ല, മോനി പാല് കുടിക്കുക എന്നൊക്കെ പറയുവാണ്. പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യമോനോട് അവർ ചോദിക്കുകയാണ്, മോൻ്റെ അമ്മയുടെ പേരെന്താ, അമ്മയുടെ നമ്പർ ഇതാ, ഞങ്ങൾ അമ്മേനെ വിളിച്ച് പറയാം, വല്യമ്മയ്ക്ക് വയ്യ, മുത്തശ്ശിക്ക് തീരെ വയ്യ എന്ന് പറയണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ആദ്യക്കാകെ വെപ്രാളമാവുകയാണ്. എന്ത് പറയണമെന്നറിയാതെ ആദ്യം പെട്ടെന്ന് പറയാം, എനിക്ക് ബാത്റൂമിൽ പോകണം ആൻറ്റി എന്നും പറഞ്ഞ് പാലവിടെ വെച്ചിട്ട് ഓടിപ്പോവാണ് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ രേവതിക്കും സച്ചിക്കും എന്തോ ഒരു പന്തികേട് തോന്നും, പക്ഷെ ഒന്നും മിണ്ടുകയില്ല. അതേ സമയത്ത് ശ്രുതി വിമലയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെല്ലുവാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അമ്മ കറക്റ്റായിട്ട് മരുന്നും ഫുഡൊന്നും കഴിക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെയെന്ന് പറയുവാണ്. അപ്പോഴേക്കും വിമല പറയുന്നുണ്ട്, ഇല്ല മോളെ, കഴിക്കുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയാണ്, അമ്മ എന്തിനമ്മേ എന്നെ കാണാൻ വേണ്ടി പുറത്തിറങ്ങി വന്നേ, അമ്മയും ആദ്യം കൂടെ ചെന്ന് പെട്ടത് സച്ചിയുടെയും രേവതിയുടെയും മുമ്പിലാന്ന് പറയുവാണ് കേട്ടോ. അവനാണെങ്കിൽ അവനെയും കൊണ്ട് അവർ വീട്ടിൽ വന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും വിമലയ്ക്കാണ്, എന്നിട്ട് നിന്നെ മോൻ കണ്ടോ, എന്തേലും പറഞ്ഞു നിൽക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ല, ഒന്നും കണ്ടുമില്ല, പക്ഷേ നിങ്ങൾ എന്തിനാ എനിക്ക് എൻ്റെ ജീവിതം തകർക്കണം എന്നോർത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ വിമല കരഞ്ഞുകൊണ്ട് പറയുവാണ്, അല്ല മോളെ, നിന്നെ വിളിക്കണം എന്നോർത്ത് കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല, എൻ്റെ ഫോൺ പോയി, പക്ഷേ നിൻ്റെ നമ്പർ എനിക്ക് കാണാതെ അറിയില്ലല്ലോ, അതുകൊണ്ട് അല്ലാതെ മോളുടെ ജീവിതം നശിപ്പിക്കണമെന്ന് ഓർത്തിട്ടൊന്നുമല്ല. പിന്നെ നിൻ്റെ അടുത്തേക്കും അല്ല വന്നേ, നിൻ്റെ കൂട്ടുകാരി മീരയുടെ അടുത്തേക്ക് പോയി, അവിടുന്ന് അവളോട് പറഞ്ഞ് നിന്നെ വിളിച്ചു വരുത്താമെന്ന് ഓർത്തേന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും ശ്രുതിക്ക് പിന്നെയും വിഷമമാവാണ്. ശ്രുതി പറയണമേ, ഞാൻ അറിഞ്ഞില്ല, സാരമില്ല, പോട്ടെ, ഞാൻ എന്തായാലും മരുന്നൊക്കെ മേടിച്ചിട്ട് വരാം, അമ്മ വിഷമിക്കേണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും വിമലയുടെ മനസ്സിലെ ടെൻഷനൊക്കെ പറയുവാണ് കേട്ടോ. വിമല പറയുകയാണ്, നീ ഓർക്കുന്ന പോലെയല്ല, എൻ്റെ അവസ്ഥ ഓരോ ദിവസവും കഴിയുമ്പോൾ മോശമായിട്ട് വരിക. പാവ ആദിമോൻ, അവൻ എന്ത് ചെയ്തിട്ടാ, അവൻ ഇനി ആരുണ്ട്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ അനാഥാലയത്തിലൊക്കെ ആക്കണമല്ലോ, എല്ലാ വിഷമവും കൂടെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസവും ഞാൻ തലകറങ്ങി വീണു, എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അവൻ്റെ കാര്യം അതൊന്ന് പറയണമല്ലോ എന്ന് ഓർത്ത് മാത്രമാണ് നിന്നെ വിളിക്കണം എന്ന് തന്നെ ഓർത്തെ, ഫോണിൽ നമ്പർ പോയതുകൊണ്ടാണ് നിൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നതെന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ചന്ദ്ര ആദിമോൻ്റെ അടുത്തോടെ ചെല്ലുവാണ്. എടാ എന്നൊക്കെ വിളിച്ച് നല്ല ദേഷ്യപ്പെട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മയുടെ പേരെന്താ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ, നിനക്ക് അമ്മയില്ലേ, നിൻ്റെ അച്ഛൻ്റെ പേരെന്താ എന്നൊക്കെ ചോദിച്ച് ആദ്യനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് സച്ചിൻ രേവതി മൂളിയിൽ നിന്ന് വരുവാണ് കേട്ടോ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എന്താ തള്ളേ നിങ്ങൾക്ക് കുഴപ്പം, കൊച്ചിനെയും വെറുതെ വിടുകയല്ലേ, ഈ ചെറുക്കൻ്റെ മെക്കിട്ട് കയറുവാണോ എന്നൊക്കെ ചോദിക്കുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ശല്യം ഞാനാ എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ശരിക്കും ആരാ ശല്യമാവാൻ പോകുന്നത്, ആരാ ഇവിടെ ബാധ്യതയാവാൻ പോകുന്നതെന്നൊക്കെയാണ്. ആ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സ് സച്ചിനെ വിളിക്കുവാണ്. എന്നിട്ട് വിമലയ്ക്ക് ബോധം വന്ന കാര്യവും പറയുവാണ് കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ ബോധം വന്നാൽ വിളിച്ച് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതെന്ന് പറയുവാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, ശരി ഞങ്ങൾ ഇപ്പം തന്നെ വരാമെന്ന് പറയുവാണ്. ഇറങ്ങുന്നതിന് മുമ്പ് ചന്ദ്രയോട് സച്ചി പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ പോലെ ഒന്നും നടന്നില്ല, നിങ്ങളെപ്പോലെയൊന്നും അല്ല, നല്ല മനസ്സുള്ള ആൾക്കാരൊക്കെ രക്ഷപ്പെടും എന്നൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേട്ട് ആകെ കലിപ്പിൽ നിൽക്കുവാണ് നമ്മുടെ ചന്ദ്ര. ആ സമയത്ത് നമ്മുടെ ശ്രുതി മരുന്ന് മേടിക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴേക്കും സച്ചിൻ രേവതിയും ആദ്യം കൊണ്ട് വരുന്നതാണ് കേട്ടോ. ഓടിച്ചെന്ന് വിമലയുടെ അടുത്ത് കാര്യം പറയുവാണ്. എന്നിട്ട് പറയാം, ഞാനിവിടെ വിളിച്ച് നിൽക്കാം, അമ്മ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു വിട് എന്ന് പറയുവാണ്. ആദ്യം മോനെ കാണുമ്പോഴേക്കും വിമലയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. സച്ചിയോടും രേവതിയോടും നന്ദിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി രേവതിയൊക്കെ സുഖവിവരമൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതേപോലെ പറയുന്നുണ്ട്, സാരമില്ല, പോട്ടെ, എല്ലാം ശരിയാവും എന്നൊക്കെ പറയുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും പറയുവാണ്, ഞങ്ങൾ പയ്യെ ഇറങ്ങാം, പക്ഷേ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ, ആൻറ്റിയുടെ മോളുടെ നമ്പർ വരുവാണെങ്കിൽ വിളിക്കാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും ഇത് കേട്ട് പെട്ടെന്ന് വിമല ഞെട്ടിപ്പോവാണ്. അതേ സമയത്ത് നമ്മുടെ ശ്രുതി അവിടെ പുറയുന്ന കേട്ട് ശ്രുതി ഞെട്ടുവാണ് കേട്ടോ. അപ്പോഴേക്കും പെട്ടെന്ന് വിമല പറയാണ്, നമ്പർ എനിക്ക് കാണാതെ അറിയത്തില്ല, ഫോൺ പൊട്ടിപ്പോയല്ലോ, ഫോണിൽ നമ്പറില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അത് നേരെ, പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാവർക്കും നമ്പർ അറിയാമായിരുന്നു, ഇപ്പോൾ ഈ മൊബൈൽ വന്നപ്പോൾ ആർക്കും ആരുടെ നമ്പർ പോലും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, അത് സാരമില്ല, ഒരു കാര്യം ചെയ്യാം, മോളുടെ അഡ്രസ്സ് ഞാൻ മോളുടെ അഡ്രസ്സിൽ പോയി മോളെ കൂട്ടിക്കൊണ്ട് വരാം, ഞങ്ങൾ രണ്ടും കൂടെ പോയി എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും ശ്രുതി പിന്നെയും ഞെട്ടിപ്പോവാണ്. ഈ തവണ വിമലയ്ക്കൊന്നും പറയാൻ പറ്റാണ്ട് എന്ത് പറയും, അഡ്രസ്സ് അറിയില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ.
അഡ്രസ്സ് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അവിടെ പോയി അന്വേഷിക്കുകയും ചെയ്യും. എന്ത് ചെയ്യണമെന്നറിയാതെ വിമലയാകെ ഇങ്ങനെ പകച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. പുറകിൽ ശ്രുതിയും ഇനി അമ്മ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് ഓർത്ത് നിൽക്കുവാണ്. വിമല ഒന്നും മിണ്ടാതെ ഇങ്ങനെ പകച്ച് നിൽക്കുന്ന കാണുമ്പോഴേക്കും നമ്മുടെ രേവതിയും സച്ചിയും ഇത് കണ്ട് അമ്പരം നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.